നമുക്കിന്ന് വിൻറ്റേജ് തീമിലുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ബ്രൗൺ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങുമ്പോൾ കിട്ടില്ല, അങ്ങനത്തെ പേപ്പറാട്ടോ. ബ്ലാക്ക് പെന്നുകൊണ്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാട്ടോ നമുക്ക്. അപ്പോൾ അതങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ചിത്രത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുമ്പോഴാട്ടോ അതിൻ്റെ ഭംഗി നേരെ കാണാം. ഇതേപോലെ ചിത്രങ്ങൾ കുറേ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ചിത്രം വരയ്ക്കാട്ടോ. ഇന്ന ചിത്രം ഒന്നുമില്ല, ജനലാട്ടൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേപോലെ അങ്ങനെ കുറേ ചിത്രങ്ങൾ വരച്ചെടുത്ത് നമുക്കിങ്ങനെ ഷെയ്ഡ് കൊടുക്കാം കേട്ടോ. നല്ല സാറ്റിസ്ഫാക്ഷൻ ആണ് ഇതിങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ അതങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ചിങ്ങനെ ഇംഗ്ലീഷിൽ കുറച്ചിങ്ങനെ എഴുതി കൊടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ഇംഗ്ലീഷിൻ്റെ പേപ്പറൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിതൊന്ന് എഴുതി കൊടുക്കുന്നത്. നിങ്ങളുടെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ അതേപോലെ ഇങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഇങ്ങനെ കുറച്ച് ചിത്രങ്ങൾ വരച്ചെടുക്കാം കേട്ടോ. അങ്ങനെ വരച്ചെടുത്തിട്ട് അതിങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കാം കേട്ടോ. ബ്ലാക്ക് പെന്നുകൊണ്ട് തന്നെ നല്ല ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ടില്ലേ, നല്ല ഭംഗിയിൽ കാണാൻ. അതേപോലെ കുറേ ചിത്രങ്ങൾ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ വരച്ചെടുത്ത് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കതിങ്ങനെ ടാപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ട് നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇലൻ്റെ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. പല ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്യുക, റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യുക, എങ്ങനെ വേണം കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേപോലെ ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. എഴുത്തൊന്നും വല്ലാതെ കാണുന്നില്ല, എന്നാലും അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ കാണാൻ. അത് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ.